ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വീണ്ടും വോട്ടർമാർക്ക് പണം നൽകാൻ ശ്രമം. DCC മെമ്പർ പ്രകീർത്താണ് വോട്ടർമാർക്ക് പണം നൽകി സ്വാധീനിക്കാനെത്തിയത്. പ്രകീർത്തിനെ നഗരൂർ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മാനസ കൂടി ചേരുന്നുണ്ട്. മാനസ, നേരത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശിന് വേണ്ടി ഉറ്റബന്ധു കൂടിയായ ബിജു രമേശ് പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ഒരുങ്ങുന്നു. അത്തരത്തിലുള്ള വീഡിയോ അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. LDF പരാതിയും ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ആറ്റിങ്ങലിൽ വീണ്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ DCC മെമ്പർ ഇടപെട്ടു എന്ന വാർത്ത വരുന്നു. എന്താണ് സംഭവം? വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബിജു രമേശ് ഇത്തരത്തിലൊരു ശ്രമം നടത്തിയതായി അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെയാണ് അതിന് പിന്നാലെയാണ് ഇന്ന് വൈകുന്നേരം 4:30 ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വീണ്ടും വോട്ടർമാർക്ക് പണം നൽകാനുള്ള ശ്രമവുമായി കോൺഗ്രസ് നേതാക്കൾ എത്തുന്നത്. DCC മെമ്പർ പ്രകീർത്തും അതോടൊപ്പം തന്നെ ബാബു എന്ന ഒരാളും കൂടിയാണ് ആറ്റിങ്ങൽ നാഗരൂർ പഞ്ചായത്തിലെ പാവൂർ കോണത്ത് എത്തി വോട്ടർമാരെ കണ്ട് വോട്ടർമാർക്ക് വോട്ടർ സ്ലിപ്പ് നൽകുന്നതിനിടയിൽ പണം കൂടി കൈമാറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പണം നൽകാനുള്ള ശ്രമം ഇരുവരും നടത്തി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതേ തുടർന്ന് പോലീസിനെ അറിയിക്കുകയും നഗരൂർ പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിനിടയിൽ ഇരുവരുടെയും കയ്യിൽ നിന്നും പൈസയും കണ്ടെത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഏതായാലും പോലീസ് സ്ഥലത്ത് തുടരുകയാണ്. ഈ ആറ്റിങ്ങൽ നഗരൂർ പാവൂർ കോണത്ത് വോട്ടർ സ്ലിപ്പ് നൽകാനായാണ് വോട്ടർമാരെ സമീപിച്ചത് എന്നാണ് അവർ പറയുന്നത്. എങ്കിൽ കൂടിയും 6500 രൂപ ഇവർ നൽകിയതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഇതേ അവസ്ഥ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അടൂർ പ്രകാശിന്റെ ബന്ധു കൂടിയായ ബിജു രമേശ് ഇത്തരത്തിൽ ഒരു സംഘത്തോടൊപ്പം കൂടിച്ചേർന്ന് അരുവിക്കര പഞ്ചായത്തിലെ മൈലമൂട് വാർഡിലെത്തി വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വീണ്ടും ഇത്തരം ഒരു ശ്രമം നടത്തുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി ജോയ് ജയിക്കുമെന്ന ആ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് വോട്ടർമാരെ ഇത്തരത്തിൽ പണം നൽകി സ്വാധീനിക്കുക എന്ന രീതിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ മാറുന്നത്. ഇനി വോട്ടെടുപ്പിന് നാളെയാണ്. മണിക്കൂറുകൾ മാത്രമാണ് വോട്ടെടുപ്പിനായുള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ശ്രമം നടക്കുന്നത്. ഏതായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇരുവരെയും ചോദ്യം ചെയ്യുകയാണ്. ഇത്തരത്തിൽ വീണ്ടും ഒരു ശ്രമം നടത്താനുള്ള ഇടയൊക്കെയും ഉണ്ട് എന്ന കണക്കുകൂട്ടലിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നടപടി തന്നെ സ്വീകരിക്കാനാണ് തീരുമാനം. വിനിഷ. മാനസ, കൃത്യമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം കൂടിയാണ്. നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇത്തരത്തിൽ വോട്ടേഴ്സ് സ്ലിപ്പിന്റെ കൂടെ പണം നൽകുന്ന ദൃശ്യങ്ങൾ, കൃത്യമായി ഒരാൾ പോക്കറ്റിൽ നിന്ന് പണം എടുക്കുന്നു, പണം എണ്ണുന്നതടക്കമുള്ള ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. ഇത്തരത്തിൽ പണം നൽകി സ്വാധീനിക്കാനുള്ള ശ്രമം, കൃത്യമായ പരാതി പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചത്. തീർച്ചയായും സംഭവം നടക്കുന്ന ഇടത്ത് നിന്ന് ആളുകൾ കണ്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു ശ്രമം ഇരുവരും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന ഒരു സ്ഥിതി കാണുകയുണ്ടായത്. നാട്ടുകാർ തന്നെയാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത്. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. ഇരുവരെയും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിനിടയിൽ ഇരുവരും വോട്ടർ സ്ലിപ്പ് നൽകാനായി എത്തിയതാണ് എന്നാണ് പറഞ്ഞത് എന്നാണ് അറിയാൻ സാധിച്ചത്. എങ്കിൽ കൂടിയും ഇരുവരെയും പരിശോധിച്ചപ്പോഴാണ് ഇരുവരുടെയും കയ്യിൽ നിന്ന് പൈസ കണ്ടെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അതോടൊപ്പം തന്നെ വോട്ടർ സ്ലിപ്പ് നൽകുന്നതിനിടയിൽ 6500 രൂപ നൽകി എന്ന മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പണം നൽകി വോട്ട് നേടാനുള്ള ശ്രമവുമായി കോൺഗ്രസ് നേതാക്കൾ വീണ്ടും രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത് വ്യക്തമായിരുന്നു. അതേ സ്ഥിതി തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്. തീർച്ചയായും ഇതൊരു ചട്ടലംഘനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പോലീസും അതോടൊപ്പം തന്നെ പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഇത്തരത്തിൽ പരാതി എത്തിയിരുന്നു. പരാതിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. സമാന സ്ഥിതി തന്നെ ഇക്കാര്യത്തിലും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാകേണ്ട സാഹചര്യമുണ്ട്. ഇനി ഇതിനു മുൻപ് ഇപ്പോൾ ഈ നഗരൂരിലെ ഈ ഒരു സംഭവമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ എത്തുന്നതിന് മുൻപേ തന്നെ ഇവർ മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ പണം നൽകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെയാണോ പിടികൂടിയത് എന്നുള്ള കാര്യത്തിലൊക്കെയും വ്യക്തത വരേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിനിഷ. മാനസ, സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ മാത്രമാണോ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്? കാരണം ദൃശ്യങ്ങളിൽ തന്നെ 3-4 ആളുകളെ വ്യക്തമാണ്. ഇതിൽ ഒരാൾ കൃത്യമായി പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് എണ്ണി മറ്റൊരാൾക്ക് കൈമാറുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ അടങ്ങുന്ന തെളിവുകൾ കൃത്യമായി തന്നെയുണ്ട്. പരാതിയുണ്ട്, സ്ഥലത്തെ വോട്ടർമാരുടെ തന്നെ പരാതിയുണ്ട്. അത്തരത്തിലാണ് പോലീസ് അന്വേഷണം കേന്ദ്രീകരിച്ചിട്ടുള്ളത്.
തീർച്ചയായും വോട്ടർമാർക്കിടയിൽ നിന്ന് തന്നെയാണ് പരാതി ലഭിച്ചത്. തങ്ങൾക്ക് പണം നൽകാൻ ശ്രമം നടത്തി 6500 രൂപ നൽകി എന്നാണ് വോട്ടർമാർ പറയുന്നത്. വോട്ടർ സ്ലിപ്പ് ശരി മാനസ, വ്യക്തമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വീണ്ടും വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാനുള്ള ശ്രമം DCC മെമ്പർ പ്രകീർത്ത് ബാബു എന്നിവരടക്കമുള്ള രണ്ടുപേരെ നഗരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. വിശദാംശങ്ങളാണ് മാനസ തിരുവനന്തപുരത്ത് നിന്നും നൽകി വന്നത്. മാനസ ലൈനിൽ തുടരുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നു. മാനസ, സംഭവവുമായി നഗരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇവർ പോലീസ് കസ്റ്റഡിയിലാണോ? ചോദ്യം ചെയ്തു വരികയാണോ ഇവരെ? നിലവിലെ ഇരുവരെയും ചോദ്യം ചെയ്തു വരികയാണ് വിനിഷ. പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയെല്ലാം തന്നെയാണ് കാണുന്നത്. ഏതായാലും വ്യക്തമായ തെളിവുകൾ തന്നെയാണ് പോലീസിന്റെ പക്കലുള്ളത്. ഇവർ പണം കൈമാറുന്ന ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ പരിശോധനയിൽ ഇവരുടെ കയ്യിൽ നിന്നും അനധികൃതമായി പണം കയ്യിൽ വെച്ചതിന്റെ തെളിവുകളൊക്കെയും പോലീസിന് ലഭിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും മൊഴിയിൽ അവർ നൽകിയത് വോട്ടർ സ്ലിപ്പ് നൽകാൻ വന്നു എന്നതാണ്. എന്നാൽ വോട്ടർമാരുടെ മൊഴി എന്ന് പറയുന്നത് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ്. ശരി മാനസ, വ്യക്തമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വീണ്ടും വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാനുള്ള ശ്രമം. നഗരൂർ പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തു. DCC മെമ്പർ പ്രകീർത്ത് അടക്കമുള്ള രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. മാനസയാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി വന്നത്.